വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരികയാണ്. കളമശ്ശേരി കാർബോറാണ്ടം ഫാക്ടറിയിൽ വൻ പൊട്ടിത്തെറി ഉണ്ടായി. ഉഗ്രശബ്ദത്തിലുണ്ടായ സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ നടന്ന സംഭവം റിപ്പോർട്ട് ചെയ്യാതെ അധികാരികൾ മറച്ചുവച്ചു. ദേവൻ ചേരുന്നു വിവരങ്ങളുമായി. ദേവൻ, ഈ ഫാക്ടറിയുടെ ചുമതല ആർക്കാണ്? ഇത് ആരാണ് ഈ ഒരു സ്ഫോടനം മറച്ചുവെച്ചത്? എന്താണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഉഗ്ര ശബ്ദത്തിലുണ്ടായ സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ നടന്ന സംഭവം ഇതുവരെയും പുറത്തു വന്നിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. ഇത്രയധികം മാധ്യമങ്ങളുള്ള ഇടത്ത്, ഇത്രയധികം അധികാര കേന്ദ്രങ്ങൾ ഉള്ള ഒരിടത്ത് ഏതായാലും ഈ വലിയൊരു സ്ഫോടനമുണ്ടായിട്ട് അത് ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. വിവരങ്ങളുമായി ദേവൻ ചേരുന്നു. ദേവൻ, ഈ ഫാക്ടറിയുടെ മേൽനോട്ടം ആർക്കാണ്? ഇത് ആർക്ക് കീഴിൽ വരുന്ന ഫാക്ടറിയാണ്? എന്തുകൊണ്ടാണ് ഈ സ്ഫോടനം നടന്നിട്ട് ആരും അറിയാതിരുന്നത്? എന്നുള്ള രീതിയിൽ ഒരു 7 തുടർച്ചയായി ഇവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത് തുടർച്ചയായി 7 തവണയോളം ഇടിമുഴക്കം എന്നുള്ള രീതിയിലാണ് ഇത്തരമൊരു ഇതുണ്ടായതെന്നാണ് പറയുന്നത്. കൊച്ചിയിൽ കളമശ്ശേരിയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള കാർബോറാണ്ടം എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് ഇത്തരമൊരു ശബ്ദം ഉണ്ടായിരിക്കുന്നത്. കമ്പനിയിൽ നിലവിൽ 3 പ്ലാന്റുകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ മൂന്നാമത്തെ പ്ലാന്റിനകത്തുണ്ടായ ഫർണസിൽ നിന്നുണ്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം ഒരു ഉഗ്രസ്ഫോടനം ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കമ്പനിയിൽ നിന്ന് നമുക്ക് കൃത്യമായൊരു വിവരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. കാരണം അല്പം മുമ്പ് നമ്മൾ കമ്പനിയുടെ HR-മായി എല്ലാം സംസാരിക്കാൻ ശ്രമിച്ചു. അവരാരും തന്നെ ഒരു കൃത്യമായൊരു വിശദീകരണം ഇതിനെപ്പറ്റി പറയാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ രാത്രി ഒരു 3 മണിയോട് കൂടി ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം കിടന്നുറങ്ങുന്ന ഒരു സമയത്തായിരുന്നു ഇത്തരം ഒരു ഉഗ്ര സ്ഫോടനത്തോടു കൂടിയ ഒരു ശബ്ദവും അതോടൊപ്പം തന്നെ അവരുടെ കതകുകളും ജനലുകളും എല്ലാം കുലുങ്ങുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായത്. രാത്രി കാര്യം അറിയാതെ ആദ്യം ജനങ്ങളെല്ലാം തന്നെ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു രീതിയാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞത്. ആദ്യം ഇവിടുത്തെ ഉള്ള ആളുകളെല്ലാം കരുതിയിരുന്നത് ആദ്യം മഴ മൂലമുണ്ടായ ഇടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ഓരോ ആൾക്കാരും റോഡിലേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് കണ്ടത് ഏകദേശം ഈ ഫാക്ടറിക്ക് പുറകുവശം വരുന്ന ഏകദേശം 1 കിലോമീറ്ററോളം വീടുകളിലെ മുഴുവൻ ആളുകളും ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഏകദേശം 3 മണിയോട് കൂടി തന്നെ എല്ലാവരും വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയും കുട്ടികളടക്കമുള്ള ആൾക്കാരെ എല്ലാം എടുത്തുകൊണ്ട് ഓടി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. പല വീടുകളിലും പ്രായമായ ആൾക്കാരും എല്ലാം താമസിക്കുന്നുണ്ട്. രോഗബാധിതരായവരും കുട്ടികളും അടക്കമുള്ള ആളുകളെല്ലാമാണ് താമസിക്കുന്നത്. ഇവർക്കെല്ലാം തന്നെ ആദ്യം കാര്യം മനസ്സിലായില്ല എന്നുള്ളതായിരുന്നു ഒരു വാസ്തവം. പിന്നീടാണ് ഇതേ കണക്ക് ഫാക്ടറിയിൽ നിന്നുള്ള ശബ്ദമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അതിന്റെ പേരിലാണ് ഇത്തരമൊരു ഉഗ്രസ്ഫോടനം ഉണ്ടായിരിക്കുന്നതെന്നും എല്ലാം മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഇവരെല്ലാം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. സ്ഥലത്തെ പോലീസ് ഇക്കാര്യം അറിഞ്ഞുകൊണ്ട് ഇന്നലെ പെട്രോളിങ്ങിനുണ്ടായിരുന്ന പോലീസ് സ്ഥലത്ത് ഇക്കാര്യം അറിഞ്ഞുകൊണ്ട് പ്രദേശത്ത് എത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ പോലീസിന് ഇതുവരെ കൃത്യമായ ഒരു പരാതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു കേസെടുത്തുള്ളൊരു അന്വേഷണം ആരംഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പോലീസിൽ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ലക്ഷ്മി, ദേവൻ, ഇപ്പോൾ ഇത് ആരാണ് പുറത്തേക്ക് പറഞ്ഞത്? ഇങ്ങനൊരു സ്ഫോടനം ഉണ്ടായി എന്നുള്ള കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് ആരാണ്? അവിടുത്തെ പ്രദേശവാസികൾ മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള വിവരങ്ങൾ? പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ നമ്മളുമായി ബന്ധപ്പെടുകയും നമ്മൾ അത് പ്രകാരം വൈകിട്ടോട് കൂടി പ്രദേശത്ത് എത്തുകയും അവരോട് ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇത്തരം ഒരു സംഭവത്തെപ്പറ്റി പറയുന്നത്. ഇതുവരെയും അവർ കമ്പനിയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടെങ്കിലും അവരാരും തന്നെ ഇവരുമായി നേരിട്ടൊരു സംസാരത്തിനൊന്നും വന്നിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കമ്പനിയുടെ ആളുകൾ ഒരു പ്രദേശത്തെ 2-3 വീടുകൾ കയറി സന്ദർശിച്ച് മടങ്ങിയെന്നാണ് നമുക്കിവിടെ വന്നപ്പോൾ ആദ്യം അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 1 കിലോമീറ്ററോളമുള്ള വീടുകളിൽ ഇതിനും ഫാക്ടറിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ
മാറിയുള്ള വീടുകളിലുമെല്ലാം ഇത്തരത്തിൽ ഉഗ്ര സ്ഫോടനവും അതുപോലെ തന്നെ വീടുകളും ജനലുകളും എല്ലാം കുലുങ്ങുന്ന ഒരു തരത്തിലുള്ളൊരു സ്ഫോടനമാണ് ഉണ്ടായത്. എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു അന്വേഷണം നടത്താൻ കമ്പനിയിൽ നിന്നും ഇന്ന് ഈ സമയം വരെയും ആരും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടുത്തെയുള്ള ആൾക്കാരോട് തന്നെ നമുക്ക് ചോദിച്ചാൽ അറിയാൻ കഴിയും. സ്ഫോടനം ഇന്നലെ രാത്രി ഒരു വെളുപ്പിന് വരുമ്പോൾ 3:40 ഈ സംഭവം ഉണ്ടായത്. ഒച്ച കേട്ടാണ് വീട്ടുകാരൊക്കെ എണീച്ചത്. അപ്പം ഞാൻ എണീച്ചിട്ടുണ്ടായി. ഞാൻ കച്ചവടത്തിന് പോകാൻ വേണ്ടി എണീച്ചോടെയാണ് ഈ ഒച്ച കേട്ടത്. അപ്പോൾ പെണ്ണുമ്പുള്ള വന്ന് വാല് തുറക്കാൻ പോയോട് ഞാൻ തടുത്തിരുത്തി. വല്ലവരും വന്ന് വല്ല ഇതാക്കിയെന്ന് വെച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഒരു കൊച്ചിനെ എടുത്തിട്ടും ആ വീട്ടിൽ നിന്നൊരു ടീം ഓടാൻ പോകണം. അത് കഴിഞ്ഞ് ഞങ്ങൾ വാല് തുറന്നത്. എന്താണെന്ന് വെച്ചപ്പോൾ അപ്പോഴാണ് ഈ കമ്പനിയിൽ നിന്നും ഉണ്ടായ സംഭവം എന്നുള്ളത് നമ്മൾ പറയണം. ഇത് 2002 ഉണ്ടായിട്ടുണ്ട് ഇതേപോലത്തെ സംഭവം. 2002 അത് ഇത്ര ഉണ്ടായില്ല. പക്ഷേ ഇത് അതിലും വലിയ ഇതായിരുന്നു. പക്ഷേ ഇതിന് ഞങ്ങൾ എന്തുകൊണ്ടും നേരിടും ആ കാര്യത്തിൽ. അങ്ങനെയാണ്. ഇത് മുൻപും ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങളും ഇതുപോലെ വീടുകൾക്കെല്ലാം കേടുപാടുകളെല്ലാം ഉണ്ടായിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഒരു വർഷം മുൻപും ഇതുപോലൊരു സംഭവം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. മുൻപ് 2002 ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ 2002 ഇത്തരത്തിൽ രൂക്ഷമായ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഇത് അടിക്കടി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമായിട്ടുകൂടിയാണ് ആൾക്കാർ പറയുന്നത്. ഇത് ശബ്ദമായിട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ട് കേട്ടത്. ഇതിനു മുമ്പ് ഉണ്ടായെന്ന് വീട്ടുകാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ പൊല്യൂഷൻ കണ്ടമാനമുണ്ട്. അതായത് ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൽ കൂടി പോകുമ്പോൾ ഒരു കോട പോലെയാണ് ശബ്ദം. അന്യായ ശബ്ദം ഓർന്നിരുന്നല്ല. അതായത് നമ്മൾ ഭയപ്പെടുന്ന രീതിയിലായിരുന്നത്. ഒരു വാതിൽ തുറന്ന് വെളിയിൽ വന്നപ്പോൾ കുട്ടികളായിട്ടൊക്കെ ഓരോ വീട്ടുകാരെ ഇറങ്ങി ഓടണേണ്. ഭൂമി ഉലുങ്ങിയതാണെന്നും പറഞ്ഞ് ആകെ ഭയന്നു പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇന്നലത്തെ. ലക്ഷ്മി, നേരത്തെ നമ്മൾ പല വീടുകളും സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അവിടെയുള്ള എല്ലാ ആൾക്കാരും ഇത് തന്നെയാണ് പറഞ്ഞത്. രാത്രിയിൽ ഇത്തരമൊരു സംഭവം പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് ആദ്യം എല്ലാവരും പരിഭ്രാന്തരായി റോഡുകളിലേക്ക് ഇറങ്ങി വന്നത്. കുട്ടികളടക്കവും പ്രായമായ ആൾക്കാരും എല്ലാം ഇവിടെ ഓരോ വീടുകളിലും താമസിക്കുന്നുണ്ട്. ഈ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം ഈ ഒരു സംഭവം മൂലം ഈ വീടുകൾക്കെല്ലാം വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളതായും അവർ നമുക്ക് കാണിച്ചു തന്നു. ഓരോ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിലെല്ലാം ഇത്തരത്തിൽ രൂക്ഷമായ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അത് വീടുകൾക്കെല്ലാം വിള്ളലുണ്ടാകുന്നു. പിന്നീട് ഇത് വീണ്ടും ആവർത്തിക്കുമ്പോൾ ആ വിള്ളലുകൾ തന്നെ വീണ്ടും വിണ്ടുകീറുന്നു. അങ്ങനെ ഒരു പക്ഷേ ഇത് ഇനിയും തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം വീടുകൾ സുരക്ഷിതമാണോ എന്നുള്ളൊരു ചോദ്യം തന്നെ അവർ കുറച്ച് മുൻപേ നമ്മളോട് ചോദിക്കുകയുണ്ടായി. പ്രദേശത്തെ കൗൺസിലറാണ്. ഉണ്ടാവുന്നതാണ് ഇപ്പം നേരത്തെ നാട്ടുകാരെല്ലാം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഇതിനെതിരെ ഒരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിനകത്ത് ശാശ്വത പരിഹാരം എന്ന രീതിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതൊരു കളമശ്ശേരി നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശമാണ് വട്ടേക്കുന്ന്. ഈ ഒരു മതിലിൻ്റെ 5 മീറ്റർ ഈ മതിലിൻ്റെ തൊട്ടടുത്താണ് ഈ ഫർണസ് ഉള്ളത്. ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ഏരിയ അല്ല, റെസിഡൻഷ്യൽ ഏരിയയാണ്. ആദ്യം തന്നെ ഇതിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് സർക്കാരും നഗരസഭയും മുൻകൈ എടുത്താൽ ശാശ്വത പരിഹാരം അത് തന്നെ. എന്നും പറഞ്ഞാൽ ജനങ്ങളുടെ ജോലി കളയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. അതേപോലെ ജനങ്ങളുടെ സ്വത്തിനും അവരുടെ വസ്തുവകകൾക്കും ഒരു ഉത്തരവാദിത്വം കൃത്യമായിട്ട് കമ്പനിയോ മറ്റുള്ള സംവിധാനങ്ങളോ ഇതിനകത്ത് തയ്യാറാവണം. ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത്രയും വലിയ ഒരു ഭീമാകാരമായിട്ടുള്ളൊരു കമ്പനി നിലനിർത്തി പോകുന്നതിൽ വളരെ ആക്ഷേപം ഞങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്കുണ്ട്. ആക്ഷേപത്തിലുപരിയായിട്ട് ആശങ്കയാണ് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത്. അതിൽ ഞങ്ങൾ ഇതിൻ്റെ അവസാനത്തെയാണ്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കും. ഒന്നില്ലെങ്കിൽ കമ്പനിയുടെ മുൻവാതിക്കൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഇതിന് തീരുമാനം ഉണ്ടാകുന്നവരെ നല്ലൊരു രീതിയിൽ ആലോചിച്ച് തീരുമാനം എടുക്കും. വീണ്ടും ഞാൻ പറയുന്നത് ഇത് റെസിഡൻഷ്യൽ ഏരിയയാണ്, പർപ്പസിന് പറ്റിയതല്ല, കൊമേഴ്ഷ്യൽ പർപ്പസിന് പറ്റിയതല്ല. ഇത് മാറ്റി സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതേപോലെ തന്നെ മാറ്റി സ്ഥാപിക്കാനാണ് ഇതിന് ഒരു ശാശ്വത പരിഹാരമുള്ളത്. അതല്ലാതെ വേറെ ഒരു നടപടിയിലേക്കും പോയിട്ട് കാര്യമില്ല. ഏകദേശം 60 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന കമ്പനിയാണിത്. എന്നാൽ ഇതിന്റെ പറഞ്ഞോളൂ ഏകദേശം 60 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന കമ്പനിയാണിത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഒരു പ്ലാന്റ് മാത്രമായിരുന്നു ഇവിടെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് കമ്പനി വിപുലീകരിക്കുന്നതനുസരിച്ച് ഇപ്പോൾ 3 പ്ലാന്റുകളാണ് ഏകദേശം ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അതിൽ 3ാമത്തെ പ്ലാന്റിലാണ് ഫർണസ് അടക്കമുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഈ ഫർണസിലാണ് ഇന്നലെ രാത്രി ഇത്തരമൊരു സംഭവം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ, അതായത് ഈ കാർബോറണ്ടം കമ്പനിയുടെ നിർമ്മാണത്തിൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന
ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പറിൻ്റെയും അതുപോലെ തന്നെ ഗ്രൈൻഡിങ് പേപ്പറിൻ്റെയും ഒക്കെ ഉപകരണങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നിർമ്മാണത്തിന് ആവശ്യമായുള്ള സാമഗ്രികളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ നിർമ്മാണമാണ് ഇവിടെ പ്രധാനമായും നടക്കുന്നതെന്നാണ് കമ്പനിയോട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫർണസിനുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായിട്ടുള്ള ഒരു റിയാക്ഷനാണ്, ഒരു പ്രവർത്തനമാണ്, ഒരു പ്രതിഫലനമാണ് ഇന്നലെ ഉണ്ടായത്. അതിൽ സ്ഥിരമായി സംഭവിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ഈ ഫാക്ടറിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. എന്നാൽ എവിടെയോ ഉണ്ടായ ഒരു പാളിച്ചയാണ് ഇത്തരത്തിലൊരു രൂക്ഷമായ ഒരു സ്ഫോടനത്തിലേക്കും അതുവഴി ഈ സമീപത്തുള്ള വീടുകൾക്കുള്ള കേടുപാടുകളിലും എല്ലാം നയിച്ചിരുന്നു വേണം നമുക്ക് കരുതാൻ. ലക്ഷ്മി, ദേവൻ, അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് അവിടുത്തെ പ്രദേശത്ത് ഇപ്പം ഇത് രൂക്ഷമായിട്ടുണ്ടാകുന്നത്. ലക്ഷ്മി, തുടരാം, പറഞ്ഞോളൂ. അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് അവിടെ കൗൺസിലർ അടക്കം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അവർ ഈ കമ്പനിയിൽ നേരത്തെയും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായി എന്ന് പറയുന്നു. പരാതിയുമായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ലേ? സർക്കാരിൻ്റെ ശ്രദ്ധയിൽ, അധികൃതരുടെ ശ്രദ്ധയിൽ അവർ ഇക്കാര്യങ്ങൾ പെടുത്തിയിട്ടില്ലേ ഈ പ്രദേശവാസികൾ? നേരത്തെ കൗൺസിലർ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മതിൽക്കെട്ടിന് പുറകുവശമുള്ളത് ഒരു വ്യാവസായിക ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ അതിൻ്റെ പുറകുവശത്ത് നൂറുകണക്കിന് വീടുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. മുൻപും ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം പ്രദേശവാസികൾ നമ്മളോട് അല്പം മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, മുൻപും ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കായി അവർ നമ്മളെ വിളിക്കുന്നു. ഒരു മധ്യസ്ഥ ചർച്ച, ഒരു പ്രഹസനം എന്നുള്ള രീതിയിൽ ഒരു മധ്യസ്ഥ ചർച്ച നടത്തുന്നു. ഒരുപക്ഷെ നാട്ടുകാർ ആരോപിക്കുന്നത് പോലെ ഉന്നതരുടെ എല്ലാം ഒരു വഴിവിട്ട ബന്ധം അല്ലെങ്കിൽ ഒരു ഇടപെടലുകൾ, ഒരു നീക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ട് അത്തരം പ്രശ്നങ്ങളെല്ലാം ഒരു താൽക്കാലിക ശമനം എന്നുള്ള രീതിയിൽ അപ്പോഴത്തേക്ക് അത് ഒതുക്കി തീർക്കുന്ന ഒരു നിലപാടാണ് കമ്പനി തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ ഇതുവരെയും ഒരു നീക്കം കമ്പനിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഇവിടെ നമുക്ക് പറയാം. ചേട്ടാ, ഈ പ്രശ്നങ്ങൾ ഇപ്പം നിലവിൽ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുവരെയും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കമ്പനിക്കോ അല്ലെങ്കിൽ അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുൻപെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയായിരുന്നു സമീപിക്കുന്നത്? ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമീപിക്കാറുണ്ട്. അവരാരും ഇതിന് മുൻകൈ എടുത്തിട്ടില്ലെന്ന് എടുക്കുമ്പോൾ ഒത്തിരി ചർച്ചയായിട്ട് ഇവർ ചെല്ലും അവിടെ. അപ്പോൾ അവരെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ജോലി ഇവിടെ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ 13-ാം വയസ്സ് മുതൽ ഞാൻ കാണാനാണ് ഇവിടുത്തെ സംഭവങ്ങൾ. ഇവിടെ നടക്കണം അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ പൊല്യൂഷനും ഭയങ്കര പൊല്യൂഷനായിട്ട് ശ്വാസം മുട്ടും ഈ ഒക്കെ ഇവിടെ ഉണ്ട്. ക്യാൻസർ പലരും മരിച്ചാനുണ്ട് ഇവിടെ. ഒരുപാട് പേര് കമ്പനി റിട്ടയർ വന്ന് അവരൊക്കെ മരിച്ചാണ് ക്യാൻസറാണ്. എല്ലാം ഇത് ഇവിടെ നടക്കേണ്ടത്. ഇവിടെ ഒന്നിനും നടപടി ഉണ്ടാകണമല്ല. ഇതെല്ലാവരും കൂടി ഒത്തുകളിക്കുന്ന ജനങ്ങളെ പറ്റിക്കുക, അത്രേ ഉള്ളൂ ഇവിടെ. എന്നിട്ട് ഓരോരോ ബന്ധത്തെപ്പെട്ട പാർട്ടിക്കാരുടെ ആൾക്കാരെ കയറ്റാം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തന്നെയാണ്, ഒരു പാർട്ടിക്കാരല്ല നടക്കുന്ന സംഭവം. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപും ഇത്തരമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവർ കമ്പനി അധികൃതരുമായും ഒപ്പം ഗവൺമെൻറ്റുമായി എല്ലാം സംസാരമുണ്ടാകുന്നു. അപ്പോഴെല്ലാം ഈ പറയുന്നത് പോലെ അധികൃതരുമായി ഒരു ചർച്ച നടത്തുക, ഒരു മധ്യസ്ഥ ചർച്ച നടത്തുക. ആ ചർച്ചയിൽ ഒരു തീരുമാനം, അതുപോലെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ പ്രശ്നം ഉന്നയിക്കുന്നവർക്ക് ഒരു ജോലി നൽകുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടുമെല്ലാം ഈ സംഭവങ്ങളെ ഒരു ഒതുക്കി തീർക്കുക എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കമ്പനി തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. സാധാരണക്കാരായ ആൾക്കാർ ഇവർക്ക് ജനപ്രതിനിധികളടുത്ത് സംസാരിക്കുകയും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുകയും അല്ലാണ്ട് മറ്റൊരു പോംവഴിയില്ല. അല്പം മുമ്പ് ഈ പ്രദേശത്തുള്ള വീടുകളിലെല്ലാം നമ്മൾ സന്ദർശിക്കുകയുണ്ടായി. അപ്പം അവരുമെല്ലാം നമ്മളോട് സൂചിപ്പിച്ച അത് തന്നെയാണ്. ഫാക്ടറി ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നം, തങ്ങളുടെ ജീവൻ ഇപ്പോൾ അതൊരു സുരക്ഷാ ഭീഷണിയായി മാറിയിട്ടുണ്ട്. അവർ ഇത് ആരെടുത്ത് പറയുമെന്നാണ് അല്പം മുമ്പ് നമ്മളോട് ചോദിച്ചത്. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിൽ പരാതി നൽകിയില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പ്രദേശവാസികൾ ചെയ്തത്. പകരം ആദ്യം തന്നെ അവർ മാധ്യമങ്ങളെ അറിയിച്ചു. അപ്പോൾ നമ്മളോടാണ് അവർ പരാതിയുമായി ആദ്യം എത്തിയതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ ഈ ഒരു സംഭവം ഈ ഒരു ഫാക്ടറിയുടെ പ്രവർത്തിക്കുന്നത് മൂലം, ഫാക്ടറിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മൂലം ഉണ്ടാകുന്ന അവരുടെ ജീവനും അതുപോലെ തന്നെ വീടിനുമുള്ള ഭീഷണിയെ പറ്റിയിട്ട് ആദ്യം അവർ പ്രതികരിച്ചത് മാധ്യമപ്രവർത്തകരോട് തന്നെയാണ്. തുടർന്ന് ഇനിയിപ്പോൾ നാളെ ഈ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇവിടെ സന്ദർശനത്തിനായി എത്തും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഈ പറയുന്ന പോലെ ഓരോ വീടുകളും സന്ദർശിച്ച് ഈ കേടുപാടുകൾ ഉണ്ടായതിനെ പറ്റി പഠിക്കുമെന്നാണ് അവർ കുറച്ചു മുൻപേ. കളമശ്ശേരി കാർബോറാണ്ടം ഫാക്ടറിയിൽ വൻ പൊട്ടിത്തെറി ഉണ്ടായി. ഉഗ്ര ശബ്ദത്തിലുണ്ടായ സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ
ഉണ്ടായി. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ നടന്ന സംഭവം റിപ്പോർട്ട് ചെയ്യാതെ അധികാരികൾ മറച്ചുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. മുമ്പും ഈ തരത്തിൽ അവിടെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു. മാത്രമല്ല മാലിന്യ പ്രശ്നങ്ങൾ അടക്കമുള്ളവ ആ കമ്പനി മൂലം ആ പ്രദേശവാസികൾക്ക് ഉണ്ട് എന്ന് അവർ ഇപ്പോൾ നഗരസഭയുടെ കൗൺസിലർ അടക്കമുള്ളവർ നമ്മളോടിപ്പോൾ പങ്കുവച്ചു. എന്ന് മാത്രമല്ല അവിടെ ആളുകൾക്ക് ആ കമ്പനി പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ആ കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് അടക്കമുള്ള പ്രശ്നങ്ങൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം സീമ കണ്ണൻ, നഗരസഭയുടെ ചെയർപേഴ്സൺ, കളമശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ സീമ കണ്ണനെ നമ്മൾ ബന്ധപ്പെട്ടു ഈ വിഷയത്തിൽ പ്രതികരണത്തിനായി. പക്ഷേ അവർ നമ്മൾ പറയുമ്പോഴാണ് ആ വിഷയം അറിയുന്നത് എന്നാണ് പ്രതികരിച്ചത്.